റേച്ചറിന്റെ ഷെഡിന്റെ താക്കോലിട്ടി നന്നായി അല്ലേ? ചാവാൻ വേണ്ടി അടിക്കണടാ. കുറച്ച് വെള്ളം ഒഴിച്ചടിക്കടാ. എവിടേക്കാ? മതി മതി, വെള്ളം നിറച്ചൊഴിച്ച് ഒന്നടിച്ച വിറ്റാണോ ഇവനാ? മാറ്റി വയ്ക്കാണ്ട്. എടാ അതിനും മാത്രം നിനക്ക് എന്തിനാ പ്രശ്നം? എടാ ഒന്നുമില്ലെങ്കിൽ പുതിയൊരാള് നിന്റെ മുന്നിൽ വന്നിരിക്കുന്ന കണ്ടു. കിഴക്കേക്കോട്ടയില് ഓട്ടോറിക്ഷ ഓടിക്കണ നമ്മുടെ സെയിം ഫീൽഡാ, പേര് ശിവാനന്ദൻ. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓടാറുണ്ട്. അങ്ങനെ കൂടിയൊന്നുമില്ലട്ടാ, ഞാനും പീതാമ്പരനെ പോലെയാ. 1.5 അല്ലെങ്കിൽ മാക്സിമം പോയാ 2 അത്രേ ഉള്ളു. ഇന്നിവനെ കണ്ടോണ്ട് മാത്രം. പീതാംബരൻ കൽപ്പനയാ, വിക്കം പീതാംബരൻ നാട്ടുകാര് വിളിക്കുക. എന്ന് വെച്ചാ അതിന്റെ അഹങ്കാരല്ല. നമ്മളെന്താ പറഞ്ഞിരുത്തി? ജോഷി. ആ ജോഷി, അവൻ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ റൂട്ടിൽ കറങ്ങണ്ടായിരുന്നു. അവിടെ ഉള്ള ഒരു ഗൾഫുകാരന്റെ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പറഞ്ഞേക്കരുത്. നമ്മുടെ കറുകുറ്റി സ്കൂളിന്റെ തെക്കേ വശത്ത് ഒരു വീട്ടില്. നിങ്ങൾ സംസാരിച്ചിരിക്കേ, നീ എവിടെ ഇരിക്കടാ? ഇരിക്കടാ, ഇതിപ്പോ തീരും, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. അതെ, ഈ ചക്കുളത്ത് അമ്മന് വിശ്വാസമുണ്ടോ? കണ്ണടച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ ആദ്യം വ്യാധിയും മാറും. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. അമ്പലത്തിന്റെ പടി കയറാത്തവനാ ഇവനും. ഇവന്റെ കെട്ടുകളും കണക്കാ. ഈ ഒരു കാര്യത്തിൽ മാത്രം ഒത്തൊരുമയാ. എന്നാ അങ്ങനെയൊന്നുമല്ല, അനുഭവം വേണം. എനിക്ക് എന്തോരം അനുഭവം ഉണ്ടെന്നറിയോ? അത് പറഞ്ഞ വിശ്വാസവും. ദേ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തനുഭവം? ഞാൻ നിങ്ങളുടെ റൂട്ടിൽ ഓട്ടം വന്നില്ലേ, നമ്മൾ തമ്മിൽ കണ്ടില്ലേ? ഈ കൂടിച്ചേരിൽ തന്നെ ഒരു ദൈവകടാക്ഷമാണ്. മനസ്സിലാവണ ഭാഷയിൽ പറയാൻ ശിവാനന്ദ. ഇന്നൊരു പെണ്ണ് ഈ മാമ്പറ ജംഗ്ഷന്റെ അടുത്ത് അങ്ങോട്ട് വീട്, എന്റെ വണ്ടിയിൽ വന്ന് കയറി. ആരോ വെച്ച് മറന്നുപോയ ഒരു ചുരിദാറിന്റെ തുണിയായിട്ട്. ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞു, എന്ത് ഇത് പെങ്ങള് കുറിച്ചിട്ടോ, ഇത് പെങ്ങൾക്ക് അമ്മ തന്നാണെന്ന്. കേറിയ പെങ്കൊച്ചാണെങ്കിലോ അമ്മയുടെ 1-ാം തരം ഭക്ത. പക്ഷെ പ്രശ്നം എന്താ? അനുഭവമില്ല. പിന്നെ ഈ ചുരിദാറിന്റെ തുണി കൊടുക്കാൻ വേണ്ടി വീടന്വേഷണവും. റോട്ടിൽ വെച്ച് കണ്ട ഏതൊരു പെങ്കൊച്ചു പറഞ്ഞ അഡ്രസ്സിന് തപ്പിയാണ് ഇത് നടപ്പ്. ആ അന്നമ്മ നട വഴി കയറിയിട്ടുള്ള പൈപ്പ് ലൈനില്ലേ, അവിടെ നിന്ന് നേരെ പോകുമ്പോ വണ്ടി കയറാത്ത ഗ്യാപ്പ് വഴിയില്ലേ, അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു. ആ ഗ്യാപ്പ് വഴി നടന്ന് ലെഫ്റ്റിലേക്ക് നേരെ തിരിഞ്ഞു പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി, ആ കൊച്ചിന് അമ്മ അനുഗ്രഹമായിട്ട് കൊടുത്ത തുണിയാണെന്ന്. ഞാൻ അവിടെ തന്നെ നിന്ന് തിരിച്ചു വന്നിട്ട് ആ പെങ്കൊച്ചു വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് പറഞ്ഞേ അതല്ല വീടുന്ന്. പിന്നെ അവിടെ നിന്ന് ഒരു തുണിക്കട പോയി, അതിന്റെ പേര് നിങ്ങ പറഞ്ഞ പേര് തന്നെ. ഞാൻ ആ കടയുടെ മുമ്പിക്കൊണ്ട് അവളെ ഇറക്കി. അപ്പോഴും ഞാൻ പറഞ്ഞു, പെങ്ങളെ ഇത് അമ്മ എന്നാണ്ടാ. ഞാൻ ആ കിഴക്കലെ പെട്രോൾ പമ്പിന്നേ പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വന്ന വഴി കൈ കാണിച്ചൊരു പെണ്ണ് ഓട്ടോ വിളിക്കണം. നിർത്തുമ്പോ ആ കൊച്ചിനെ കയ്യിലെന്താ? നേരത്തെ കടയിൽ കയറിയപ്പോ കൊണ്ടുപോയ അതേ കവറ്. അനുഗ്രഹിക്കുന്ന ഓരോ വഴികളെ. അപ്പൊ നിങ്ങൾ അവരവിടെ ഇറക്കി വിട്ടത് ആ മാമ്പറ ജംഗ്ഷനില്. ഇത് തന്നെ. ആ മാസ്ക് വെച്ചെന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഇവന്റെ അമ്പലത്തിൽ പോകാത്ത ഭാര്യ. എന്നോട് പറഞ്ഞത് ഭയങ്കര കുന്തം പോടും. അവള് വേറെന്തൊരു ആവശ്യത്തിന് പോയതാണ്. ഇയാളോട് നുണ പറഞ്ഞാണ്. നിങ്ങളോട് നീ എവിടേക്ക് പോണ്? അവിടെ അപ്പൊ ശരിയാണല്ലേ, നിനക്ക് വേറെ സത്യഫുഡല്ലേ നമ്മളറിയാതെ. നീ അനാവശ്യം പറയണ്ട. ഞാനിത് പറയുമ്പോടാ നീ പറ. ഞാൻ കൊല്ലും. എന്നിട്ട് നീ വീട് അകത്ത് കൊടുക്കും. നിനക്ക് ഭ്രാന്താണ്. നാളെ അവൾ ആൾക്കാരൊക്കെ വിളിച്ചു കൊടുത്തോന്നൊക്കെ. അവള് വിളിച്ചു കൂട്ടറാ. അവള് തെളിവ് കാണിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടണല്ലേ. അതിനു മുന്നേ ഒരു നൈസ് തെളിവ് നീ അങ്ങോട്ട് കാണിക്കും. പിന്നെ നാളെ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവളുടെ കയ്യിൽ വല്ല ഫോട്ടോയോ മറ്റെന്തെങ്കിലും തേങ്ങയോ കയ്യിലുണ്ടോന്ന് നോക്കണം. പിന്നെ പറയടാ, സ്റ്റെപ്പിനെ ഉണ്ടെന്ന് പറയടാ. നമ്മളെ പരിചയപ്പെടുത്തടാ. സംശയിക്കണ്ട, നിങ്ങളുടെ ഭാര്യ ഒരു നല്ല ഭക്തയാണ്. നിങ്ങളെ പേടിച്ച് പറയാത്താണ്. അനുഗ്രഹിക്കുന്ന ഓരോ വഴികളെ. എന്റെ ദേവി.